എല്ലാവർക്കും നമസ്കാരം. സംരക്ഷകൻ, പരിപാലകൻ, ചിലർക്ക് ഈ ലോകത്തിന്റെ തന്നെ ആധാരം. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരാളായ വിഷ്ണുവിനെക്കുറിച്ചാണ്. ശരിക്കും ആരാണീ വിഷ്ണു? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം പ്രാധാന്യം? വരൂ, നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോ നമ്മൾ ഈ ഒരു വിശകലനത്തില് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാല്, ആദ്യം തന്നെ ലോകത്തിന്റെ സംരക്ഷകൻ എന്ന നിലയില് വിഷ്ണുവിന്റെ പങ്കെന്താണെന്ന് നോക്കും. പിന്നെ 3 ദേവന്മാരെ പരീക്ഷിക്കുന്ന ഒരു കിടിലൻ കഥയുണ്ട്, അത് കേൾക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ അവതാരങ്ങളെക്കുറിച്ചും സ്വർഗമായ വൈകുണ്ഠത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. വിഷ്ണുവിനെ ആരാധിക്കേണ്ട വഴി എന്താണ്, പിന്നെ എങ്ങനെയാണ് ഒരു ചെറിയ ദേവനിൽ നിന്ന് അദ്ദേഹം പരമോന്നതനായി മാറിയത് എന്നൊക്കെ നമ്മൾ ഈ 6 ഭാഗങ്ങളിലായിട്ട് നോക്കും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ലോകത്തിന്റെ സംരക്ഷകൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ത്രിമൂർത്തികൾ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു. അപ്പോൾ വിഷ്ണുവിന്റെ റോൾ എന്താണ്? അതെ, ഈ ലോകത്തെ നിലനിർത്തുക, പരിപാലിക്കുക എന്നുതന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. നമ്മൾ വിഷ്ണുവിനെ സംരക്ഷകനെന്ന് മാത്രമാണ് സാധാരണയായി പറയാറ്, അല്ലേ? എന്നാൽ പത്മപുരാണം പോലെയുള്ള ചില ഗ്രന്ഥങ്ങൾ പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ്. അതായത് ഈ സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും എല്ലാം, ഈ 3 ജോലികളും ചെയ്യുന്ന ത്രിമൂർത്തികളുടെയെല്ലാം ഉറവിടം വിഷ്ണുവാണത്രേ. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മാവായും ശിവനായുമൊക്കെ രൂപം മാറുന്നത് വിഷ്ണു തന്നെയാണെന്ന്. ഈയൊരു ആശയം കുറച്ചുകൂടി ഉറപ്പിക്കുകയാണ് വിഷ്ണുപുരാണം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അത് ഉണ്ടാകുന്നത് വിഷ്ണുവിൽ നിന്നാണ്, അത് നിലനിൽക്കുന്നതും വിഷ്ണുവിൽ തന്നെയാണ്, അവസാനം അതും ചെന്നു ചേരുന്നതും വിഷ്ണുവിലേക്ക് തന്നെ. അതായത് എല്ലാത്തിനും കാരണവും ഫലവും വിഷ്ണു തന്നെ, ഒരു വലിയ വൃത്തം പോലെ. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നോ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഈയൊരാശയം ഒളിഞ്ഞിരിപ്പുണ്ട്. വിഷ്ണു എന്ന പേര് വരുന്നത് വിഷ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ്. അതിനർത്ഥം പ്രവേശിക്കുക അല്ലെങ്കിൽ വ്യാപിക്കുക എന്നൊക്കെയാണ്. അപ്പോ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവൻ, എല്ലായിടത്തും പ്രവേശിച്ചിരിക്കുന്നവൻ, അത് തന്നെയാണ് വിഷ്ണു. അപ്പൊ ശരി, വിഷ്ണു സർവ്വവ്യാപിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ത്രിമൂർത്തികളിൽ എന്തുകൊണ്ടാണ് വിഷ്ണുവിനെ ഏറ്റവും ശ്രേഷ്ഠനായി പലരും കണക്കാക്കുന്നത്? ഇതിനൊരു അടിപൊളി കഥയുണ്ട്. വെറുതെ പറയല്ല, ഒരു പരീക്ഷണത്തിലൂടെ തെളിയിച്ച കഥ. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഭൃഗു മഹർഷിക്ക് ഒരു സംശയം: ഈ ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും വലിയവൻ? ഇതറിയാൻ വേണ്ടി അദ്ദേഹം ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ആദ്യം പോയത് ബ്രഹ്മാവിന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന ബ്രഹ്മാവിനെ അങ്ങ് അപമാനിച്ചു. ബ്രഹ്മാവ് ദേഷ്യം കൊണ്ട് വിറച്ചു. അടുത്തത് നേരെ ശിവന്റെ അടുത്തേക്ക്. അവിടെയും ഇതേപോലെ പെരുമാറിയപ്പോൾ ശിവന്റെ കയ്യിൽ ത്രിശൂലം വരെ എത്തി. രണ്ടുപേരും ടെസ്റ്റിൽ തോറ്റു. ഇനി ബാക്കിയുള്ളത് വിഷ്ണുവാണ്. മഹർഷി നേരെ അങ്ങോട്ട് വെച്ചുപിടിച്ചു. ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ്. ഭൃഗു മഹർഷി വൈകുണ്ഠത്തിലെത്തുമ്പോൾ വിഷ്ണു ഉറങ്ങുകയായിരുന്നു. മഹർഷി എന്തു ചെയ്തു എന്നോ? നേരെ പോയി ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണുവിന്റെ നെഞ്ചത്ത് ഒരൊറ്റ ചവിട്ട്. സത്യം പറഞ്ഞാൽ അവിടെ നടന്ന മറുപടിയാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. ദേഷ്യപ്പെടുന്നതിനു പകരം വിഷ്ണു എഴുന്നേറ്റ് ഭൃഗുവിനോട് ചോദിക്കുകയാണ്: അയ്യോ, അങ്ങയുടെ കാലിന് വേദനിച്ചോ? എന്റെ കഠിനമായ നെഞ്ചിൽ ചവിട്ടിയതുകൊണ്ട് അങ്ങയ്ക്ക് വല്ലതും പറ്റിയോ എന്ന്. അത്ര മതിയായിരുന്നു. ആ ഒരൊറ്റ മറുപടിയില് എല്ലാ ഋഷിമാർക്കും ഉത്തരം കിട്ടി. കോപത്തെയും അഹങ്കാരത്തെയും സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ജയിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് വിഷ്ണു തന്നെയാണ് ദേവന്മാരിൽ ശ്രേഷ്ഠൻ എന്നവർ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചു. എന്തൊരു സ്വഭാവമഹിമ, അല്ലേ? അപ്പോ വിഷ്ണുവിന്റെ ആ ഒരു ശാന്തമായ ക്ഷമയുള്ള സ്വഭാവം നമ്മൾ കണ്ടു. പക്ഷെ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ശാന്തനായി വൈകുണ്ഠത്തിലിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ഈ ലോകത്ത് എപ്പോഴൊക്കെയാണോ തിന്മ കൂടുന്നത്, ധർമ്മം നശിക്കുന്നത്, അപ്പോഴൊക്കെ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങിവരും. അതാണ് അവതാരങ്ങൾ. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിയാം. പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 10 പ്രധാന അവതാരങ്ങളുണ്ടെന്നാണ്. ഈ ലോകത്ത് വലിയ ദുരന്തങ്ങളോ അല്ലെങ്കിൽ അസുരന്മാർ പോലുള്ള തിന്മയുടെ ശക്തികളോ തലപൊക്കുമ്പോൾ അവരെ അമർച്ച ചെയ്യാൻ വിഷ്ണു ഓരോ രൂപത്തിൽ വരും. ഒരു മത്സ്യമായി വന്നിട്ടുണ്ട്, പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രാമനായും കൃഷ്ണനായുമൊക്കെ വന്നിട്ടുണ്ട്. ഈ 10 അവതാരങ്ങളാണ് ദശാവതാരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ഈ അവതാരങ്ങൾക്ക് പിന്നിൽ വേറൊരു കഥ കൂടിയുണ്ട്. അധികം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒന്ന്. ഓർക്കുന്നില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൃഗു മഹർഷിയെ? അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ കഥയും.
ഒരിക്കൽ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണുവിന് ഭൃഗുവിന്റെ ഭാര്യയെ വധിക്കേണ്ടി വന്നു. ഇതിൽ കോപിഷ്ഠനായ ഭൃഗു വിഷ്ണുവിനെ ശപിച്ചു, നീ ഭൂമിയിൽ പലതവണ മനുഷ്യനായി ജനിക്കേണ്ടിവരുമെന്ന്. ഈ ശാപമാണ് അവതാരങ്ങൾക്ക് കാരണമായതെന്നും ഒരു വിശ്വാസമുണ്ട്. രസകരമാണല്ലേ? അപ്പോ വിഷ്ണുവിന്റെ സ്വഭാവവും അവതാരങ്ങളും നമ്മൾ കണ്ടു. ഇനി നമുക്കൊരു യാത്ര പോയാലോ? അദ്ദേഹത്തിന്റെ സ്വർഗത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്കൊരു എത്തിനോട്ടം. പുരാണങ്ങളിലൊക്കെ എങ്ങനെയാണ് വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ ലോകത്തെയും വർണ്ണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മഹാഭാരതത്തിലൊക്കെ വൈകുണ്ഠത്തെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഒന്ന് ആലോചിച്ചു നോക്കൂ, പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ചൊരു ലോകം. ഏകദേശം 80,000 മൈൽ ചുറ്റളവുണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം രത്നങ്ങൾ കൊണ്ടാണ്, തൂണുകൾ വിലപിടിച്ച കല്ലുകൾ കൊണ്ടും. പോരാത്തതിന് പുണ്യനദിയായ ഗംഗ അതിലൂടെ ഒഴുകുന്നു. എന്തൊരു ഭാവന അല്ലേ? കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി വിഷ്ണുവിന്റെ രൂപം നമുക്കെല്ലാവർക്കും പരിചിതമായ രൂപമാണത്. കറുത്ത നിറം, 4 കൈകൾ, മഞ്ഞ വസ്ത്രം. ഓരോ കൈയിലും ഓരോ ആയുധങ്ങളോ ചിഹ്നങ്ങളോ ഉണ്ട്. ഗദ, ശംഖ്, സുദർശന ചക്രം, പിന്നെ ഒരു താമരപ്പൂവും. ഓരോന്നിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. പിന്നെ വാഹനമായിട്ട് കൂടെ ഒരു പക്ഷിയുണ്ട്, ഗരുഡൻ. ഈ ഒരു രൂപത്തിലാണ് വിഷ്ണുവിനെ സാധാരണയായി ചിത്രീകരിക്കുന്നത്. ശരി, അപ്പോ വിഷ്ണുവിന്റെ രൂപവും ലോകവും ഒക്കെ നമ്മൾ കണ്ടു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് വിഷ്ണുവിനെ ആരാധിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ പ്രീതി നേടാൻ ഒരു ഭക്തൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതിനുള്ള വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെ കാര്യങ്ങൾ വളരെ ലളിതമാണ്. വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ജീവജാലങ്ങളെ സ്നേഹിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക. ഇതൊക്കെയാണ് പ്രധാനം. ഇനി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ? മറ്റൊരാളുടെ മുതൽ മോഹിക്കുന്നത്, മറ്റൊരാളെക്കുറിച്ച് മോശം പറയുന്നത്, ആരെയും ദ്രോഹിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം. അപ്പോ ഇത് വെറുമൊരു പൂജയോ പ്രാർത്ഥനയോ അല്ല, മറിച്ച് എങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിക്കാമെന്നതിനുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. അപ്പോ ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് പ്രതിഫലം? വെറുതെ ഒരു പുണ്യമോ സ്വർഗമോ മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കാനാവശ്യമായ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കുമെന്ന് പറയുന്നു. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് തന്നെ മോചനം, അതായത് മോക്ഷം നേടാനും വിഷ്ണുവിന്റെ അനുഗ്രഹം സഹായിക്കും. അതായത് ഈ ജീവിതത്തിലും അതിനപ്പുറത്തും ഒരുപോലെ തുണയാകുമെന്ന്. ഇനി നമ്മൾ എത്തുന്നത് നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്കാണ്. വളരെ കൗതുകകരമായ ഒരു കാര്യമാണിത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ പരമോന്നതനായ വിഷ്ണു, അദ്ദേഹം എപ്പോഴും ഇങ്ങനെയായിരുന്നു? ചരിത്രത്തിലൂടെ ഈ ദേവസങ്കല്പത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? നമുക്കൊന്ന് പിന്നോട്ട് സഞ്ചരിച്ചു നോക്കാം. ഈ മാറ്റം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഏറ്റവും പുരാതനമായ വേദഗ്രന്ഥമായ ഋഗ്വേദത്തിൽ വിഷ്ണു ഒരു പ്രധാന ദേവനല്ല. സൂര്യനുമായി ബന്ധമുള്ള ഇന്ദ്രനെപ്പോലുള്ള ദേവന്മാരുടെ കീഴിലുള്ള ഒരു ചെറിയ ദേവൻ മാത്രമായിരുന്നു. പ്രപഞ്ചം 3 അടി കൊണ്ട് അളന്ന ഒരു ദേവൻ, അത്രയുള്ളൂ. പക്ഷേ പുരാണങ്ങളുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ചിത്രമാകെ മാറി. വിഷ്ണു പ്രപഞ്ചത്തിന്റെ അധിപനായി, എല്ലാറ്റിന്റെയും കാരണക്കാരനായി, പരമോന്നത ശക്തിയായി മാറി. ആ പഴയ 3 അടി വെപ്പ് പിന്നീട് വാമനാവതാരത്തിന്റെ വലിയ കഥയായി വികസിച്ചു. എങ്ങനെയാണ് ഒരു ദേവസങ്കല്പം ഇത്രയധികം വളർന്നത് എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോ വിഷ്ണുവിന്റെ ഈ വളർച്ച നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് നിർത്തുന്നത്. ഒരു ദേവന്റെ കഥ കാലം കഴിയുന്തോറും അദ്ദേഹത്തെ ആരാധിക്കുന്നവരുടെ ചിന്തകളും വിശ്വാസങ്ങളും ആവശ്യങ്ങളുമൊക്കെ പ്രതിഫലിക്കും വിധം എങ്ങനെയാണിങ്ങനെ മാറിമറിയുന്നത്? ഇത് വിഷ്ണുവിന്റെ മാത്രം കഥയല്ല, ഒരുപക്ഷേ വിശ്വാസത്തിന്റെ തന്നെ കഥയാണ്. ഈ ഒരു ചിന്തയോടെ നമുക്കിന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ആലോചിക്കണം.